റഷ്യൻ യുക്രൈൻ വാർ യഥാർത്ഥത്തിൽ അത് നമ്മൾ ഈ കാണപ്പെടുന്നതല്ല അതിന്റെ യുദ്ധം. കാണാത്ത യുദ്ധമുണ്ട്. കാണാത്ത യുദ്ധത്തിന്റെ അജണ്ട വളരെ വ്യത്യസ്തമാണ്, രണ്ടു കൂട്ടർക്കുണ്ട്. അത് രണ്ടാമതൊരു കാര്യം, ഈ വാറിന്റെ ഒരു പ്രത്യേകത, യുദ്ധ സാഹചര്യത്തിൽ വരുന്ന വാർത്തകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ യുദ്ധം അനുഭവിക്കാത്ത ഒരു ജനറേഷൻ ആയിരുന്നു. റോബിൻജിക്ക് എനിക്കൊന്നും സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു ആൾവഴികൾ അറിഞ്ഞുകൂടാ. അന്നത്തെ യുദ്ധ വാർത്തകൾ ഇങ്ങനെ അനുഭവിച്ചവർക്ക് അറിയാം. ഈ യുദ്ധ വാർത്തകൾ തന്നെയും വാറാണ്. യുദ്ധ വാർത്തകൾ എന്നല്ല, വാർത്താ യുദ്ധം കൂടിയുണ്ട് കൂട്ടത്തിൽ. അതൊരു സ്ട്രാറ്റജിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. ആയുധങ്ങൾ കൊണ്ടല്ലാതെ പ്രൊപ്പഗാൻഡ കൊണ്ട്, പ്രൊപ്പഗാൻഡ വാർ. അത് ലോകത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ അലക്സാണ്ടർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുതിയ കാലത്ത് അത് ഹിറ്റ്ലർക്ക് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പഴയ തന്ത്രങ്ങൾ തന്നെ. അതായത് ഇപ്പോ ഈ പറഞ്ഞ അശ്വത്ഥാമാവ് മരിച്ചേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യനാണോ മൃഗമാണോ ആനയാണോ ഒന്നും അറിയില്ല. അടുത്ത സ്വകാര്യ ആത്മകഥം പോലെ പറയും അശ്വത്ഥാമാവ് എന്ന ആന പതുക്കെ പറയുന്നതാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു പ്രകമ്പനം എന്തായിരിക്കും? അശ്വത്ഥാമാവ് മരിച്ചാൽ പിന്നെ ദ്രോണാചാര്യൻ എന്തിനു ജീവിച്ചിരിക്കണം? അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദവും ശിഷ്യന്മാരുമായ ഈ വില്ലാളി വീരന്മാരൊക്കെ പിന്നെ എങ്ങനെ അടങ്ങിയിരിക്കും? അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ വലിയ തോതിൽ ഉണ്ടാവും. ഇപ്പോ ഉക്രൈനിന്റെ ഭാഗത്ത് നിന്ന് ഉക്രൈൻ ഇന്റലിജൻസിന്റെ വാർത്ത എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നത് പോലും ഒരു വാറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.